മുഖ്യമന്ത്രിയുടെയും മന്ത്രി കെ ബാബുവിൻ്റെയും രാജി ആവശ്യപ്പെട്ട് LDF ഇന്ന് കളക്ടറേറ്റുകളിലേക്കും സെക്രട്ടറിയിലേക്കും മാർച്ച് നടത്തും. ഇപ്പോൾ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം ഇതോടൊപ്പം ഞങ്ങൾ ഉന്നയിക്കുക LDF ഇത്തരമൊരു മുദ്രാവാക്യം ഉയർത്തി പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാട്ടിലുള്ള മഹാഭൂരിപക്ഷം പേരും ഇതേ അഭിപ്രായത്തിലാണ് എന്താണ് വസ്തുത. കക്ഷി വ്യത്യാസമന്യേ നീതിയോടെ ചിന്തിക്കുന്ന ആളുകളെല്ലാം LDF ഉന്നയിക്കുന്ന ഇതേ ആവശ്യം പലവട്ടം ഇതിനു മുൻപ് ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും വന്ന വാർത്തകൾ, ആ വാർത്തകൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങളാകെ ഇതേ കാര്യം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ പാലിക്കേണ്ട നിയതമായ മാനദണ്ഡങ്ങൾ എപ്പോഴും സമൂഹത്തിന് മുന്നിൽ മാതൃകയാവാൻ ഭരണാധികാരികൾക്ക് കഴിയണം. കേരളത്തിലെ മുഖ്യമന്ത്രി പുതിയ മാതൃകകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അഴിമതി പ്രശ്നം ഉയർന്നു വരിക മാത്രമല്ല, അത് തെളിയിക്കുന്ന അവസ്ഥ വന്നാലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് കോടതിയുടെ പരിശോധന കഴിഞ്ഞ് കോടതി ഒരു നിലപാടെടുത്താലും ഉമ്മൻചാണ്ടി അധികാര കസേര വിടാൻ തയ്യാറല്ല എന്നതാണ് അവസ്ഥ. ഇത് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഏതു തരത്തിലുള്ള ആരോപണവും അധികാരത്തിലിരുന്നു കൊണ്ട് അന്വേഷണ ഏജൻസിയെ സ്വാധീനിച്ച് തൻ്റെ ആഗ്രഹമനുസരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിലേക്ക് എത്തിക്കാം എന്നൊരു കീഴ്വഴക്കമാണ് ഉമ്മൻചാണ്ടി സൃഷ്ടിക്കാൻ പോകുന്നത്. ഇപ്പൊ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നമാണ് സോളാറുമായി ബന്ധപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട പ്രശ്നം. സോളാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരത്തെ മുതൽക്കേ പ്രതിസ്ഥാനത്ത് വന്നു നിൽക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവര്, മുഖ്യമന്ത്രിയുടെ സംശുദ്ധി ഉയർത്തിക്കാട്ടാൻ വല്ലാതെ വെപ്രാളപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എങ്ങനെയാണ് സോളാർ പ്രശ്നത്തിന് തുടക്കം? സോളാർ പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കില്ല എന്ന് ഉമ്മൻചാണ്ടിയെ പിന്താങ്ങുന്നവർക്ക് പോലും പറയാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഈ പറയുന്ന ബിജു രാധാകൃഷ്ണനും സരിതയും കൂടിയുള്ള
ഒരു തട്ടിപ്പ് കമ്പനിയുമായി അതിൻ്റെ പ്രധാനികളുമായി ഉമ്മൻചാണ്ടിക്ക് ബന്ധം വന്നത്? അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ. മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തെ ഒരു കമ്പനിയുടെ ആളുകൾ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാരും കുറ്റമായി കാണില്ല. പക്ഷെ ഇത് ഔപചാരികമായ സംസാരം മാത്രമാണോ നടന്നത്? ആ കമ്പനിയുടെ അംബാസഡറായി അധപ്പതിക്കാൻ എങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു? ആരുമായുള്ള ബന്ധമാണ് ആ തരത്തിലേക്ക് ഉമ്മൻചാണ്ടിയെ എത്തിച്ചത്? ആ കമ്പനി ഈ രണ്ടുപേരുടെ മാത്രം കമ്പനിയായിരുന്നു. ഈ രണ്ടുപേരും ഒരേപോലെ മത്സരിക്കാൻ പറ്റുന്നവരാണ്. പുരുഷനും സ്ത്രീയും എന്ന വ്യത്യാസമുണ്ട് എന്നല്ലാതെ അവരുടെ രീതികളിൽ, ഇടപാടുകളിൽ ഒരേപോലെ മത്സരിക്കാൻ ശേഷിയുള്ളവരാണ്. തട്ടിപ്പുകാരാണെന്ന് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അത്തരത്തിൽ തട്ടിപ്പുകാരായവർ മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടും. അതിനാണ് നാട്ടിലെ ഇന്റലിജൻസ് വൃത്തങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇന്റലിജൻസ് ഒന്നും പറയേണ്ടി വന്നില്ല. നേരത്തെയുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചാൽ നമ്മുടെ മനസ്സിലൊരു കാര്യം തെളിഞ്ഞു വരും. ഇവർ ചെന്ന ആദ്യ ദിവസം തന്നെ ഉമ്മൻചാണ്ടിയുടെ കൂടെയുള്ള പോലീസുകാർ ഉമ്മൻചാണ്ടിയെ അറിയിക്കുന്നു, അയ്യോ ഇവര് ഭയങ്കര തട്ടിപ്പുകാരാണേ, ഇവരുമായിട്ട് ബന്ധപ്പെട്ടേക്കരുത്. നേരത്തെയുള്ള തട്ടിപ്പ്, ആ തട്ടിപ്പിന്റെ ഭാഗമായുള്ള ജയിൽവാസം, ഈ നാട്ടിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥ, ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു, ദീർഘകാലം നാട് വിട്ടുകഴിഞ്ഞത്, ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇതേ കുറ്റവാളികൾ ഇവിടെ തിരിച്ചു വരുന്നു. ഉമ്മൻചാണ്ടിയുടെ ചിറകിനുള്ളിൽ അഭയം തേടുന്നു. എങ്ങനെ ഇതെല്ലാം സംഭവിക്കും? എന്താണ് ഇതിന്റെ പിന്നിലുണ്ടായ അന്തർനാടകങ്ങൾ? ആ കമ്പനിയുമായി ഉമ്മൻചാണ്ടിക്കുള്ള ബന്ധമെന്ത്? ആ ബന്ധത്തിലേക്ക് എത്തിച്ചതെന്ത്? എന്ത് താല്പര്യം? എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ താല്പര്യം? സ്വാഭാവികമായും കേരളത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നു. നിരവധി കാര്യങ്ങൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് പുറത്തു വന്നു. നിരവധി വ്യക്തികൾ, തട്ടിപ്പിനിരയായവർ, അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. എല്ലാവരുടെയും കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ ആ ഒരു ശ്രീധരൻ നായരെ മറക്കാൻ പാടില്ല. അദ്ദേഹം LDF-മായി ബന്ധമുള്ള ആളല്ല, ഉമ്മൻചാണ്ടി എതിർക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുമല്ല, ഉമ്മൻചാണ്ടിയെ നേതാവായി കാണുന്നയാണ്, ഉമ്മൻചാണ്ടിയുടെ അനുയായി, സാക്ഷാൽ കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസിന്റെ നേതാവായി
പ്രവർത്തിക്കുന്ന ഒരാൾ, പണി കോൺട്രാക്ട്. എന്തേ ആ കോൺഗ്രസ്സുകാരനായ കോൺട്രാക്ടർക്ക് ഉമ്മൻചാണ്ടിയെ കാണുന്നതിന് അസമയത്ത് സരിതയുടെ സഹായത്തോടെ സെക്രട്ടേറിയറ്റിൽ പോകേണ്ടി വന്നു? എന്താണത്? ഇതൊന്നും സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. കോൺഗ്രസ്സുകാരനായ ഒരു കോൺട്രാക്ടർക്ക് ഉമ്മൻചാണ്ടിയെ കാണണമെങ്കിൽ നേരെ പോകാലോ. സെക്രട്ടേറിയറ്റ് ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ എപ്പോഴും ആൾക്കൂട്ടം ഉണ്ടാകുമെന്നാണല്ലോ പൊതുവെ അറിയപ്പെടുന്നത്. ആ ആൾക്കൂട്ടത്തിൽ ഒരാളായി ചേരാലോ, കാണാമല്ലോ. എന്തേ അസ്വാഭാവികതയുണ്ടായത്? ആരുമില്ലാത്ത സമയത്ത് ഉമ്മൻചാണ്ടിയുമായി സ്വകാര്യം പറയാൻ, സൗകര്യമൊരുക്കാൻ എങ്ങനെ സരിതക്ക് കഴിഞ്ഞു? എന്തായിരുന്നു സരിതയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ മേലെയുള്ള നിയന്ത്രണം? മുഖ്യമന്ത്രിയുടെ കാര്യം മുഖ്യമന്ത്രിയാണല്ലോ തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണല്ലോ കാര്യങ്ങൾ നടക്കേണ്ടത്. ഒരു കൊടും കുറ്റവാളി, എന്തും ചെയ്യാൻ മടിയില്ലാത്തവര്, പിന്നെ തെളിഞ്ഞല്ലോ ചെയ്ത കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നതല്ലോ. അങ്ങനെയുള്ള ഒരാള് ഉമ്മൻചാണ്ടിയുടെ മേലെ നിയന്ത്രണം സ്ഥാപിക്കുക, അതായത് മുഖ്യമന്ത്രിയെ ഭരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവുക, എങ്ങനെ വന്നു അത്? അതല്ലേ പ്രശ്നം. ഇതൊന്നും നമ്മളാരും മറന്നുപോയ കാര്യമല്ലോ. ഇതാ പാവം ശ്രീധരൻ നായർ തന്നെ വിളിച്ചു പറഞ്ഞല്ലോ. എല്ലാവരുടെയും ഉമ്മൻചാണ്ടിയോടുള്ള എന്തെങ്കിലും രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായിരുന്നു അത്. അപ്പോ സോളാർ വിഷയം എന്നത് വഴിവിട്ട് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി സഞ്ചരിച്ചതിൻ്റെതായ ഒരേടാണ്. അത് മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ കാര്യത്തിലാണ് കേരളം ഒറ്റക്കെട്ടായി പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത്. LDF ആണ് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തതെങ്കിലും സാമാന്യ നീതി വേണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ആ പ്രക്ഷോഭത്തെ പിന്താങ്ങാൻ തയ്യാറായി എന്നാണ് വസ്തുത. പഴയ കഥകളിലേക്ക് കൂടുതലായി പോകാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നാം കണ്ടതല്ലേ, ഈ കേരളത്തിലെ നിയമസഭ തുടർച്ചയായി 2 ആഴ്ചയോളം സ്തംഭിച്ചു. ഇതേ പ്രശ്നത്തിൽ, സോളാർ വിഷയത്തിൽ ആവശ്യപ്പെട്ടത് ജുഡീഷ്യൽ അന്വേഷണം മാത്രമായിരുന്നു. ആ ആവശ്യം അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. എന്താണ് കാര്യങ്ങളെന്ന് പുറത്തു വരട്ടെ, മറുപടി പോലും പറഞ്ഞില്ല. ഇപ്പൊ ചില കോൺഗ്രസ് നേതാക്കന്മാർ പറയാണ് ഏത് അന്വേഷണവും നേരിടാൻ സന്നദ്ധമാണെന്ന് ഉമ്മൻചാണ്ടി അന്നേ പറഞ്ഞിട്ടുണ്ട്. എപ്പോ പറഞ്ഞു? നിയമസഭയിൽ മറുപടി പോലും പറയാൻ തയ്യാറായില്ല. മറുപടി പറയാത്തത് കൊണ്ട് തന്നെ നിയമസഭ സ്തംഭിച്ചുപോയി ദിവസങ്ങളോളം. ഇതിനെല്ലാം ശേഷമാണ് കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് LDF നീങ്ങിയത്. ആ പ്രക്ഷോഭത്തെ വലിയ തോതിൽ പുറകോട്ടടിപ്പിക്കാൻ, ഒറ്റപ്പെടുത്താൻ ആകാവുന്നതെല്ലാം ഗവൺമെന്റ് ചെയ്തു നോക്കി. പക്ഷെ തള്ളി വന്ന ജനസഞ്ചയത്തിന് മുന്നിൽ സെക്രട്ടേറിയറ്റ് ആകെ സ്തംഭിക്കുന്ന അവസ്ഥ വന്നു. അപ്പോഴാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്നും അത് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് നടത്താമെന്നും ടേംസ് ഓഫ് റെഫറൻസ് LDF-ഉമായി ചർച്ച ചെയ്യാമെന്നും എല്ലാം തീരുമാനിച്ചത്. കുറ്റവാളിയാണെങ്കിലും തെളിവുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ ചെന്ന സ്ഥലത്ത്
കോയമ്പത്തൂരില് ആളുണ്ടായിട്ടുണ്ട്, ഒരു പൊതിയും ഉണ്ടായിട്ടുണ്ട്. രണ്ട് സാധനം അതിലില്ല എന്നാണ് പറയുന്നത്. ഇതിലൊന്നും പെട്ടവര് ചില്ലറക്കാരല്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ. പെട്ട കുറെ പേരുണ്ടല്ലോ. അതിൽ ഉമ്മൻചാണ്ടി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ പ്രശ്നം. ആ പേരുകളാണല്ലോ ഒരു കടലാസ് മറിച്ച് ഈ ക്യാമറകളുടെ മുന്നിൽ ആ സ്ത്രീ തന്നെ കാണിച്ചു കൊടുത്തത്. അല്ലാം ഈ കേരളം കണ്ടതാണല്ലോ. അവരെഴുതിയ കത്തില് പറഞ്ഞ കാര്യങ്ങള്, ആ കത്തിന്റെ കാര്യത്തിൽ നടത്തിയ അന്തർനാടകങ്ങൾ, അത് വെറുമൊരു കത്തായിരുന്നു. ആ കത്ത് പത്തനംതിട്ട ജയിൽ സൂപ്രണ്ടിന്റെ മുന്നിൽ വെച്ചാണ് എഴുതിയത്. മുന്നിൽ വെച്ച് എഴുതിയെന്ന് പറഞ്ഞാൽ എഴുതിയ കത്ത് പത്തനംതിട്ട ജയിൽ സൂപ്രണ്ടിനെ കാണിച്ച് അത് 21 പേജാണ് എന്ന് ജയിൽ സൂപ്രണ്ട് സർട്ടിഫൈ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കത്താണത്. ആ കത്ത് എങ്ങനെ പിന്നെ 4, 5, 6 അത്രയും പേജുകളായിട്ട് ചുരുങ്ങിയത്? ഇതേ സരിത പിന്നെ പറഞ്ഞല്ലോ ഇതാണ് യഥാർത്ഥ കത്ത് എന്ന്. അപ്പൊ 21 പേജുള്ള കത്ത് അവിടെ പോയി. ജയിൽ സൂപ്രണ്ട് സാക്ഷ്യപ്പെടുത്തിയ കത്ത് അവിടെ പോയി. അതിനകത്ത് ഇടപെട്ടത് ഗവൺമെന്റ് ആയിരുന്നില്ലേ? അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ജയിലിനകത്ത് വെച്ച് നടന്നില്ലേ? ജയിലിലെ കാര്യങ്ങൾ ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തിയില്ലേ? മറ്റൊരു ജയിലിൽ കഴിയുമ്പോൾ ആ ജയിലിൽ വെച്ച് നടന്ന അന്തർനാടകങ്ങൾ പുറത്തു വന്നില്ലേ? അപ്പൊ കുറ്റവാളികൾ എല്ലാറ്റിനെയും ഭയപ്പെടുകയാണ്, എല്ലാം മാറ്റിമറിക്കാൻ നോക്കുകയാണ്. തെളിവെവിടെ എന്നാണ് എപ്പോഴും ഉമ്മൻചാണ്ടി ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ഉള്ള തെളിവെല്ലാം നശിപ്പിക്കാൻ വേണ്ടി പോലീസിനെയും മറ്റുള്ളവരെയും മറ്റു സ്വാധീനങ്ങളെയും എല്ലാം ഉപയോഗിക്കുകയായിരുന്നു. ഇതിന്റെ എല്ലാം ഫലമായാണ് ആ കത്ത് വെളിച്ചത്ത് വരാതിരുന്നത്. എന്നാലും കത്ത് ഒരു തരത്തിൽ ഇപ്പോഴും മാധ്യമങ്ങളുടെ കയ്യിലുള്ള പഴയ ചിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കുറെ പേരുകൾ അതിൽ കാണാം. ഇതാണ് വസ്തുത. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കാൻ പറ്റിയ ആളല്ല. അഴിമതികൾക്ക് നേതൃത്വം കൊടുക്കുന്നൊരു അഴിമതി വീരനായി അദ്ദേഹം മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം അഴിമതി നടത്തലും അഴിമതിക്കാരെ സംരക്ഷിക്കലുമാണ്. അഴിമതിക്കാരായ തന്റെ ടീം അംഗങ്ങളെ ആകെ സംരക്ഷിച്ച് ആ ടീമിന്റെ നായകനായാണ് ഉമ്മൻചാണ്ടി നിലകൊള്ളുന്നത്. ഉമ്മൻചാണ്ടിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. ബാബുവിന് തീരെ ഈ രണ്ടുപേരും രാജിവെക്കണം എന്നതാണ് LDF ഉന്നയിക്കുന്ന ആവശ്യം. പെട്ടെന്നായാൽ പണ്ട് മാനയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോ നല്ല നിലക്കിറങ്ങിപ്പോകണം, അല്ലെങ്കിൽ വല്ലാതെ നാണം കെട്ട് ഇറങ്ങേണ്ടി വരും എന്നത് ഉമ്മൻചാണ്ടി മനസ്സിലാക്കുന്നത് നല്ലത്. ഒരു കുതന്ത്രവും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ചെലവാകില്ല എന്നതും അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്നാൽ നമുക്കറിയാം ഉമ്മൻചാണ്ടിയും കൂട്ടരും എങ്ങനെയും കസേര മുറുകെ പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവസാനം വരെ കിട്ടുന്നത് പോരട്ടെ, ഇതാണ് താല്പര്യം. അത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടതായി വന്നേക്കാം. അതിനുള്ള തയ്യാറെടുപ്പ് എല്ലാ സഖാക്കളും LDF പ്രവർത്തകരും നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഇവിടുത്തെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
തെളിവ് നശിപ്പിക്കാൻ, സോളാർ കേസുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കാൻ ഭരണകൂട ഇടപെടലുകൾ നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലും ആശങ്കയും സംശയവും വർദ്ധിക്കുന്നു എന്ന് പിണറായി വിജയൻ പറയുന്നത്. പിണറായി വിജയൻ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു LDF-ൻ്റേത് ആലപ്പുഴയിൽ.